ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ പുനരാരംഭിച്ചതിൽ തിരിച്ചടിച്ച് പലസ്തീന് സായുധ സംഘടനയായ ഹമാസ് ഗാസയിലെ സാധാരണ പൗരന്മാർക്കെതിരായ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് പ്രത്യാക്രമണം നടത്തിയതെന്ന് ഹമാസ് പ്രതിനിധികൾ അറിയിച്ചു. തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 3 പ്രൊജക്ടലുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രൊജക്ടൽ വ്യോമസേന തടഞ്ഞതായും മറ്റ് 2 പ്രൊജക്ടലുകൾ തുറസായ സ്ഥലത്ത് പതിച്ചതായും സൈന്യം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡാണ് ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചത്. ഈ ആഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികാരമായി നിരവധി റോക്കറ്റുകളുടെ ഒരു ബാരൽ ഉപയോഗിച്ച് ടെല്ലവീവ് നഗരത്തിൽ ബോംബാക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ഹമാസ് അറിയിച്ചത്. ജനുവരി മുതലുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ച ഒരു ദിവസത്തിനു ശേഷം കരയാക്രമണം പുനരാരംഭിച്ചിരുന്നു. യമനിലെ ഹൂതി വിമതരിൽ നിന്നും ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം വെടിവെപ്പ് നേരിട്ടിരുന്നു. ഗാസയിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു ശേഷം ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. എന്നാൽ മിസൈൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു. അതേസമയം ബുധനാഴ്ച ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചു. ഗാസയിലെ യുദ്ധത്തെ ചൊല്ലി ഭിന്നതകൾ നിൽക്കുന്ന സർക്കാർ തകർന്ന് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനാണ് നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചത് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതം നൽകിയതിനെ തുടർന്ന് ഇസ്രായേലി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റമർ ബെൻഗിർ യുദ്ധം പുനരാരംഭിച്ചതിനാൽ നെതന്യാഹുവിന്റെ സഖ്യത്തിലേക്ക് മടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം ചൊവ്വാഴ്ച ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ യമൻ തലസ്ഥാനമായ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും US കനത്ത വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ട്രംപ് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പ്രസ്താവന പങ്കുവച്ചത്. വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂതികൾക്ക് കനത്ത നാശമാണ് ഉണ്ടാക്കിയത്. ആക്രമണം ഇനിയും രൂക്ഷമാകുന്നത് കാണാം. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ലിത്. ഒരിക്കലും അങ്ങനെയാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾക്ക് ആയുധം നൽകരുതെന്ന് ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്കുള്ള ആയുധങ്ങളും പിന്തുണയും ഇറാൻ കുറച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നൽകാതെ ട്രംപ് അവകാശപ്പെട്ടു. ഹൂതികൾക്ക് ആയുധം നൽകുന്നത് പൂർണ്ണമായും ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യമൻ തലസ്ഥാനമായ സനയിലും സദയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ബുധനാഴ്ച രാത്രി US വ്യോമാക്രമണം നടത്തിയത്. സനായിൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂതികളുടെ സ്വന്തം വാർത്താ ചാനലായ അൽ മൈസ്രോ പുറത്തുവിട്ടു. അൽ ജൗഫയിലെ ആട് ഫാമിനാണ് തീപിടിച്ചത് എന്ന് വ്യക്തമാക്കിയ ചാനൽ ചൊവ്വാഴ്ച രാത്രിയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച നടന്ന ആദ്യ US വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ബുധനാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും US ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ഇനിയും ആക്രമണം കടുക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.